ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ആ ഒരു സ്നാക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വടയാണ്. ഉഴുന്ന് വടയല്ല, റവ വട. അപ്പം നമുക്കത് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവോള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ഗ്ലാസ് റവയാണ് എടുത്തിരിക്കുന്നത്. അതിനാവശ്യത്തിന് വേണ്ട 3 ഗ്ലാസ് വെള്ളവും വേണം നമുക്ക് കേട്ടോ. അപ്പോൾ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ആദ്യം തന്നെ അതേ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് നമ്മുടെ 1.5 ഗ്ലാസ് റവയ്ക്ക് ആവശ്യമായിട്ടുള്ള 3 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് തിളച്ച് വരണം. നമ്മൾ സാധാരണ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു പരുവത്തിന്. അപ്പോൾ അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കളറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത്യാവശ്യം നല്ല പോലെ ഇങ്ങോട്ട് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുമ്പോൾ നമ്മുടെ റവ കുറച്ചേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കി കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയപ്പോൾ നമുക്ക് റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ റവ ഇട്ട് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ എല്ലാതും അങ്ങോട്ട് പിടിക്കില്ല, ഇങ്ങനെ വിട്ടിരിക്കണം കൺസിസ്റ്റൻസി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ചേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യത്തിന് റവയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം, ആ ഒരു ലെവലിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ അത്യാവശ്യം നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റവ ഇളക്കി കൊടുത്ത് ഇങ്ങനെയായിപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇല്ലേ, സവോള, പച്ചമുളക്, വേപ്പില, ഇഞ്ചി, ഇതൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ. അത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാളികേരം, നല്ലപോലെ ചെരുകിയ നാളികേരം അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നാളികേരം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം നല്ലപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ എനിക്ക് ചൂടായതുകൊണ്ട് അങ്ങോട്ട് കുഴയ്ക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല, തീരെ ക്ഷമ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ചൂടിൽ തന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ കുഴച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം നല്ലപോലെ കുഴച്ചൊന്ന് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് പരത്തി തുടങ്ങാം കേട്ടോ. ഏകദേശം നമ്മുടെ വടയുടെയൊക്കെ ഷേപ്പിൽ ഒന്ന് പരത്തി കൊടുത്തിട്ട് ഒരു ഓട്ടയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം ഞാൻ എല്ലാതും അങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട്. വടയുടെ ഷേപ്പ് വേണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഷേപ്പായാലും നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓട്ട ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, വടയാകുമ്പോൾ എന്തെങ്കിലും ഒരു ഓട്ടയൊക്കെ വേണമല്ലോ. അപ്പോൾ ഞാനങ്ങനെ വടയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ അത്യാവശ്യം നല്ലതായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ഓരോ പരത്തി വെച്ച വടകളും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കണം. ഒരു കളർ ചേഞ്ചൊക്കെ വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ വെന്തൊക്കെ കിട്ടും. നാളികേരത്തിൻ്റെ ആ ഒരു സാധനം ഇട്ടുന്ന കാരണം കൊണ്ടേ അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള ചാൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്ക് ഈ വട കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റവ വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റവ വടയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.